നമ്മൾ മധുരമ്പലത്തിൽ പോയിട്ട് വരുന്നു കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജു ലിജു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കാസർഗോഡുകാരുടെ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ പല ദേശങ്ങളിലുമായിട്ട് ഏതാണ്ട് ലക്ഷോപലക്ഷം ആൾക്കാർ വന്ന് തൊഴുതു മടങ്ങുന്ന ഒരു അമ്പലം, അതായത് 10 ദിവസത്തെ ഉത്സവമാണ് നമ്മുടെ മധൂർ സിദ്ധിവിനായക അമ്പലത്തിലെ ഒരു പുനഃപ്രതിഷ്ഠാ മഹോത്സവവും മൂടപ്പ സേവയും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്ര വലിയൊരു ആഘോഷം നടക്കുമ്പോൾ നമ്മളതിൽ പങ്കാളികളാകാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും പോയി കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകളാണ്. കാരണം നമ്മുടെ ചന്ദ്രഗിരി പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലം എത്തുന്നവരെ, മധൂർ അമ്പലം എത്തുന്നത് വരെ ഭയങ്കര അലങ്കാരമാണ് കേട്ടോ. ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ നമ്മളവിടെ വണ്ടി വെച്ച് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കോലാഹലങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. അപ്പോൾ മധൂർ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള കമ്പിളിൽ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ ഗണപതിയുടെ മുമ്പിൽ എല്ലാം പറഞ്ഞ് മാപ്പപേക്ഷിച്ച് വരികയാണ്. അപ്പോൾ ആൾക്കാരുടെ തിരക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഒരു തിരക്ക് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു അനുഭവപ്പെടുന്നില്ല. ഒരു ഭക്ഷണശാലയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ തൊഴുത് വരുന്ന ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടിയും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് അത്തരത്തിലുള്ളൊരു തിരക്ക് അനുഭവപ്പെടുന്നുമില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭജന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 10 ദിവസവും വെറൈറ്റിയായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂടപ്പ സേവക്ക് വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ മധുവന്തിനി പുഴയും കടന്ന് അപ്പുറത്തേക്ക് ഭക്ഷണശാലയിലേക്കാണ് കേട്ടോ നമ്മൾ വെച്ച് പിടിക്കുന്നത്. അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണശാലയിലേക്ക് പോയി. അവിടെയും ഒരുപാട് കാഴ്ചകളുണ്ട്. കാരണം ആൾക്കാരുടെ ജനപ്രവാഹം, ആ കണ്ടത് തേങ്ങയാണ് കേട്ടോ. എൻ്റെ അമ്മു, തേങ്ങ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. പിന്നെ ഭക്ഷണശാലയിൽ എത്തുമ്പോഴത്തേനും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരാണ്. പക്ഷേ എങ്കിലും വലിയൊരു തിരക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളും വാങ്ങി, നമുക്കും കിട്ടി പ്ലേറ്റ്. നമ്മളും ഭക്ഷണമൊക്കെ വാങ്ങി. നല്ല പച്ചരി ചോറും സാമ്പാറും രസവും ഒരു കൂട്ടുകറി പോലത്തെ ഒരു കറിയും ഒരച്ചാറുമാണ്. സംഭവം സൂപ്പറാണ് കേട്ടോ. പച്ചരിച്ചോറാണെങ്കിൽ കൂടി പൊതുവേ നമ്മൾ ഈ മധൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഈ പച്ചരിച്ചോറും കറിയും. പിന്നെ പായസം എനിക്ക് പാത്രത്തിൽ ഒഴിച്ച് കുടിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഗ്ലാസ്സിലാണ് വാങ്ങിയത്. കാരണം നമ്മൾ പറയും കുഴിയില്ലാത്ത പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ അലങ്കാരത്തിനുള്ള പൂക്കളൊക്കെയാണ് കേട്ടത്. അപ്പോൾ മൂടപ്പ സേവയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉത്സവം അവസാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വേഗം